ഈ അവസ്ഥയില് അച്ഛനെ അന്വേഷിക്കാൻ പോയിട്ട് ഒരു കാര്യമില്ല. ജഗനെയും കൂട്ടി ഞാൻ പോയി അന്വേഷിക്കാം. അത് മതി മോളെ, നീ ജഗനെ എന്ന് വിളിക്കേ. ശക്തമായ മഴയും ഓവർ സ്പീഡും കാരണം നമ്മുടെ കാറിൻ്റെ കൺട്രോൾ പോയി. ഐഡിയുടെ ഇമ്പാക്റ്റ് കാരണം രാജീവും അവൻ്റെ അമ്മയും മരണപ്പെട്ടു. അങ്ങനെ കാർ ആക്സിഡന്റിനെ കുറിച്ചൊരു സത്യങ്ങള് അന്തരോട് തുറന്നു പറഞ്ഞാലോ? ആയതാണോ ആക്കിയതാണോ? എന്തായി മോളെ? എടുക്കുന്നില്ല, കട്ടായി പോയി. മോളെ ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്ക്. വന്ദനെ, എനിക്ക് ചില കാര്യങ്ങള്. തിരക്കൊഴിഞ്ഞെങ്കിൽ പെട്ടെന്നൊന്ന് വീട്ടിലേക്ക് വരണം. വന്ദനെ, എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ജഗ, അതൊക്കെ പിന്നീടാവാം. നീ അങ്ങോട്ടാ? വന്ദനയുടെ വീട്ടിലേക്ക്. അവള് വിളിച്ചിരുന്നു. നിക്ക്. നിന്റെ നിർബന്ധത്തിന് വഴങ്ങിയ ആ ആക്സിഡന്റിന്റെ കാര്യം ഞാൻ തുറന്നു പറഞ്ഞത്. അത് മണ്ടതരമായി പോയെന്ന് ഇപ്പൊ തോന്നുന്നു. അല്ലച്ച, അത് നടന്നു കഴിഞ്ഞപ്പോ തന്നെ മകനോട് തുറന്നു പറയാതിരുന്നതാണ് മണ്ടത്തരം. അന്ന് ഞാനത് പറഞ്ഞിരുന്നെങ്കിൽ നീ ഇപ്പോഴും ജയിലിലായിരുന്നേനെ. 2 ജീവനെടുത്തിന്റെ ശിക്ഷ അനുഭവിച്ച് തീർക്കുന്നുള്ള സംതൃപ്തി ആ ജയിൽവാസത്തിനുണ്ടാവുമായിരുന്നു. ഇങ്ങനെ കുറ്റബോധം കൊണ്ട് നീറിപ്പോയുണ്ടായിരുന്നു. ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ആ കാര്യം വന്ദനയോട് തുറന്നു പറഞ്ഞാലോ എന്നുള്ള ആലോചനയല്ല ഞാൻ. ആ ആക്സിഡന്റിനെ കുറിച്ച് വന്ദനയോട് തുറന്നു പറയാനോ? മണ്ടത്തരം കാണിക്കരുത് നീ. രാജീവിന്റെ അപകട മരണത്തെ കുറിച്ച് റീ എൻക്വയറി നടത്താൻ പെറ്റീഷൻ കൊടുത്ത് കാത്തിരിക്കുന്നവളാ വന്ദന. ജാതകദോഷക്കാരിയായ വന്ദനയെ വിവാഹം കഴിക്കാൻ മനസ്സ് കാണിച്ച കോടീശ്വരനായ രാജീവിന് ഇപ്പോഴും അവളുടെ മനസ്സിൽ ദൈവത്തിന്റെ സ്ഥാനമാണുള്ളത്. ആ രാജീവിന്റെ മരണത്തിന് ഉത്തരവാദി നീയാണെന്നറിഞ്ഞാൽ സ്വന്തം ഭർത്താവാണെന്ന ഒരു പരിഗണനയും അവളുടെ ഭാഗത്തുനിന്നുണ്ടാവില്ല. മനഃപൂർവ്വമല്ലാത്ത ആക്സിഡന്റ് അവൾ മനഃപൂർവ്വമാണെന്ന് വരുത്തി തീർക്കും. ശേഷകാലം നിനക്ക് ജയിലിൽ തന്നെ കിടക്കാം. കിടന്നോളാം. എന്നാലും വന്ദനയോട് സത്യങ്ങൾ തുറന്നു പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം ഉണ്ടാവില്ല. അച്ഛാ, എനിക്ക് എന്റെ മനസാക്ഷി വഞ്ചിക്കാൻ വയ്യ. മനസ്സമാധാനം, മനസാക്ഷി, മാങ്ങാത്തൊലി, ഇതൊക്കെ സാധാരണക്കാരന്റെ മാത്രം വികാരങ്ങളാ. നമ്മളെപ്പോലുള്ള രാഷ്ട്രീയക്കാരന് അതൊന്നും പാടില്ല. 1/2 നൂറ്റാണ്ട് കാലത്തെ രാഷ്ട്രീയ പാരമ്പര്യം വെച്ചുകൊണ്ടാണ് ഞാനീ പറയുന്നത്. രാജീവിന്റെ അപകട മരണത്തിന്റെ കാര്യത്തിൽ നീ തനി രാഷ്ട്രീയക്കാരൻ തന്നെ ആവണം. മോളെ, പക്ഷേ നീ ഇതെവിടെയാ? അമ്മ ഇവിടെയുണ്ട്, ഇങ്ങോട്ട് വാ. മോളെ, നീ എവിടെയാ? ചന്ദ്രു, നീ ഇതാരെ വിളിക്കുന്നേ? വർഷം മോളെ. അമ്മയെന്ന് വിളിച്ചോണ്ട് അവളിങ്ങോട്ട് വന്നതാണല്ലോ. മോളെ, വർഷേ. ചന്ദ്രു, എല്ലാം നിന്റെ തോന്നലാ.
ഇങ്ങോട്ട് ആരും വന്നിട്ടില്ല. ഇല്ല, ഞാൻ വിളി കേട്ടതാ. എന്താ ചന്ദ്രു നീ ഇങ്ങനെ? ആര് പറഞ്ഞു വന്നിട്ടില്ലെന്ന്? അവളുടെ ശബ്ദം ഞാൻ കേട്ടതാണല്ലോ. വന്ദനമോള് വന്നല്ലോ. മോള് പറ, നീയും ജഗനും കൂടി വർഷ അന്വേഷിച്ചു പോകുന്നതിന് മുൻപ് അവള് വന്നു അല്ലേ? അവള് വന്നില്ലേ? ആ സന്തോഷ വാർത്ത അറിയിക്കാൻ വന്നതല്ലേ? എന്നിട്ട് എന്റെ വർഷമോൾ എവിടെ?